അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ആൻസർ കീയുടെ പാർട്ട് 3 ആണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ 1 to 8 വരെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും 9 മുതൽ 16 വരെയുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ വീഡിയോയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 17th മുതൽ 24th വരെയുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടില്, പാർട്ട് 3യില്. അപ്പൊ ഇതുവരെയുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് 17th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അപ്പൊ 17th ക്വസ്റ്റ്യനില് നമുക്കവിടെ ഫെറസ് ക്ലോറൈഡിന്റെയും ഫെറിക് ക്ലോറൈഡിന്റെയും കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു സൂചികയായിട്ട് അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിനും അറ്റോമിക് നമ്പർ ഓഫ് അയേണും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് കോമ്പൗണ്ട് അയേൺ ഷോസ് +2 അയേൺ നമുക്കറിയാം 2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനില് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ സിമ്പിൾ ആണ്, FeCl2 ആണ് അതിന്റെ റൈറ്റ് ആൻസർ, FeCl2. ആൻഡ് ദെൻ അതിന്റെ പാർട്ട് ബി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+. Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്കത് എഴുതാം 1s2 2s2 2p6 3s2 3p6 ആൻഡ് 3d5 എന്നുള്ളതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് സി പാർട്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്, വൈ ഡസ് അയൺ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്, ഡി ബ്ലോക്ക് ബിലോങ്സ് ടു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഡി ബ്ലോക്ക് എലമെന്റിൽ പെടുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് കാണിക്കുന്നത്. ദെൻ അപ്പൊ അതിൽ നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും ABC ഓരോന്നിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 3 മാർക്സ് ആണ്. ദെൻ 18th ക്വസ്റ്റ്യൻ സം കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ആർ ഗിവൺ. നമുക്കവിടെ 3 ഞാൻ ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടും വായിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അതിന് 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ Fe2O3 എന്നുള്ളതാണ് അതിന്റെ ആൻസർ, Fe2O3. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ വിച്ച് കോമ്പൗണ്ട് റെഡ്യൂസസ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ്. CO അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ് അതിന്റെ ആൻസർ. ആൻഡ് ദെൻ ഐഡന്റിഫൈ ദ ഫ്ലക്സ് യൂസ്ഡ് ഹിയർ. ഇവിടെ യൂസ് ചെയ്ത ഫ്ലക്സ് ഏതാന്നുള്ളതാണ് ചോദ്യം. ബ്ലാസ്റ്റ് ഫർണസ് അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഫ്ലക്സ് CaO. ഇതേ ആൻസർ നമ്മുടെ 6th ക്വസ്റ്റ്യനിൽ വന്നതാണ്. അവിടെ ക്യുക്ക് ലൈം എന്ന് എഴുതിയാലും ശരിയാണ്. കാൽസ്യം ഓക്സൈഡ് CaO. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ സിയുടെ ആൻസർ. ആൻഡ് ദെൻ 19th ക്വസ്റ്റ്യൻ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ. അപ്പൊ നമുക്കൊരു ഹൈഡ്രോകാർബൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഒരു ചെയിൻ തന്നിട്ടുണ്ട്, ഹൈഡ്രോകാർബൺ ചെയിൻ. അപ്പോ അതില് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്താൽ മതി, 1 2 3 4 5 എന്നുള്ളത്. അപ്പൊ 5 ആണ് അതിന്റെ ആൻസർ. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച്. നമ്മൾ ഇവിടുന്ന് എണ്ണിയാലും നമുക്കറിയാം 3rd കാർബണിലാണ് ബ്രാഞ്ച്. സോ 3 ആണ് അവിടെ ആൻസർ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. അപ്പൊ 3rd ബ്രാഞ്ചിലാണ്, അവിടെ 3rd കാർബണിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്. അത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. സോ ഇറ്റ് ഈസ് 3 മീഥൈൽ. ദെൻ 5 കാർബൺ ആണല്ലോ, അപ്പൊ എന്താ പറയാ, പെന്റൈൻ. സോ 3 മീഥൈൽ പെന്റൈൻ എന്നുള്ളതാണ് IUPAC നെയിം ആയിട്ട് വരിക. സോ ആൻസർ ഫസ്റ്റിന്റെ 5ഉം സെക്കൻഡ് 3rd ആൻഡ് 3rd IUPAC നെയിം 3 മീഥൈൽ പെന്റൈൻ. ദെൻ 20th ക്വസ്റ്റ്യൻ ആണ് സം മെറ്റൽസ് ആൻഡ് ദയർ റിഫൈനിങ് മെത്തേഡ്സ് ആർ ഗിവൺ. ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. മെറ്റലും റിഫൈനിങ് മെത്തേഡും ആണ് കൊടുത്തിട്ടുള്ളത്. മെറ്റലിന്റെ ഭാഗത്ത് ടിൻ, കോപ്പർ ആൻഡ് സിങ്ക്. റിഫൈനിങ് മെത്തേഡ് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. 3 കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് റിഫൈനിങ് മെത്തേഡ് സ്വേദനം, അതുപോലെ ഉരുക്കി വേർതിരിക്കല്, വൈദ്യുത വിശ്ലേഷണം, ആ രീതിയിലാണ് മലയാളത്തിൽ പറയുമ്പോൾ. ഓക്കെ, അപ്പൊ അതില് ആദ്യത്തെ എന്തായിരുന്നു, ടിന്നിന് ഏതാ വരിക, ഉരുക്കി വേർതിരിക്കൽ എന്നുള്ളതാണ് ടിന്നിന് വരിക. ആൻഡ് ദെൻ സിങ്കിന് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം. ആൻഡ് കോപ്പറിന് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു 3 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ 21st ക്വസ്റ്റ്യൻ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 2 എലമെന്റ്സ് X ആൻഡ് Y ആർ ഗിവൺ. എക്സ് ആൻഡ് വൈ ഈ 2 എലമെന്റ്സിന്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിട്ടുള്ളത്. അതില്
എക്സിന്റെ 3s2 എന്നുള്ളതാണ് ആൻഡ് വൈ 3s2 3p5 എന്നുള്ളതുമാണ്. നമ്മൾ സിമ്പിൾസ് റിവീൽ ചെയ്തിട്ടില്ല, അതിനു പകരമാണ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് ദ എലമെന്റ് എക്സ്? നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലാന്ന് പറഞ്ഞു, അവിടെ 2 ഇലക്ട്രോൺസ് ആണ്, അപ്പൊ അതിന്റെ വാലൻസി 2 എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ദെൻ വിച്ച് എലമെന്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടർ? ഏത് എലമെന്റ് ആണ്? ഇപ്പൊ 2 എലമെന്റ് തന്നിട്ടുണ്ട്, ഇതിൽ ഏത് എലമെന്റ് ആണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുക എന്നുള്ളത്. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, അതാണ് ഇവിടെ പറഞ്ഞ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന അയാളാണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുക. അപ്പൊ ഈ കേസിൽ എക്സ് ആണ് നമുക്ക് വൈക്ക് സബ് ഷെൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 7 ഇലക്ട്രോൺസും ഉള്ളത്. അപ്പൊ അത് ആ ഒരു സ്റ്റേജിൽ സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അത് സ്റ്റേബിലിറ്റി കൈവരിക്കാനുള്ള ടെൻഡൻസി അവിടെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വൈക്ക് അത് ഇലക്ട്രോണിനെ സ്വീകരിക്കാനാണ് ടെൻഡൻസി. സോ നമുക്ക് വൈനെ ഒഴിവാക്കാം. അപ്പൊ ആരാണ്? എക്സ് ആണ് അവിടെ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. നമുക്കവിടെ വാലൻസി വെച്ചിട്ടാണ് നമ്മൾ ആ കെമിക്കൽ ഫോർമുല എഴുതുക അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? XY2 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. അപ്പൊ ഇത് ഏത് മെറ്റലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. MgCl2 എന്നുള്ളതാണ് അവിടെ ആൻസർ. നമുക്ക് അത് ആവശ്യമില്ല, കാരണം സിമ്പിൾസ് കൃത്യമായ സിമ്പിൾസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ XY2 എന്നുള്ള ആൻസർ എഴുതിയാൽ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അത് 21st ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ആൻസർ ചെയ്തത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോ ആ ഗ്രാഫില് ഒരു റിവേഴ്സബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അല്ലെ, വളരെ പരിചിതമായ റിയാക്ഷൻ തന്നെയാണ്. N2 + 3H2 gives 2NH3 + ഹീറ്റ്. ആ ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ CDA എന്നുള്ളൊരു പോയിന്റ് തന്നൊരു ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ അസോസിയേറ്റഡ് വിത്ത് റിയാക്ഷൻ C ആൻഡ് റിയാക്ഷൻ D. റിയാക്ഷൻ C ഏത് റിയാക്ഷനെ കാണിക്കുന്നു, റിയാക്ഷൻ D ഏതാണ് എന്നുള്ളതും. അപ്പൊ റിയാക്ഷൻ C എന്നുള്ളത് ഫോർവേഡ് റിയാക്ഷനും റിയാക്ഷൻ D എന്നത് ബാക്ക്വേർഡ് റിയാക്ഷനുമാണ് കാണിക്കുന്നത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഫോം ചെയ്യുന്നു അല്ലെ. N2 + 3H2. നമ്മൾ അവിടെ സിംഗിൾ ആരോയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബിക്കോസ് നമ്മൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ N2 + 3H2 gives 2NH3. ദെൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആകുമ്പോൾ അമോണിയ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുകയാണ്. സോ 2NH3 gives N2 + 3H2. അപ്പൊ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ, ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ A എന്ന് പറയുന്ന പോയിന്റിന്റെ പെക്യുലാരിറ്റി എന്താണ്? വളരെ സിമ്പിൾ ആണ്. അത് ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തെയാണോ കാണിക്കുന്നത്, നമ്മൾ സന്തുലനാവസ്ഥ, ആ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയമാണ് A എന്നുള്ള പോയിന്റ് കാണിക്കുന്നത്. ദെൻ 23rd ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ദി കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് STP ഹാസ് വോളിയം 112 L അല്ലെ, 112 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഹിന്റ് തന്നിട്ടുള്ളത് മോളിക്കുലർ മാസ് ഏതാണ് 44 ആണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2. നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ മോളിക്കുലർ മാസ് കാണണമെങ്കിൽ തന്നിട്ടുള്ള വോളിയം ഡിവൈഡഡ് ബൈ 22.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ ഇറ്റ്സ് 5 മോൾ എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ. ആൻഡ് ദെൻ അടുത്തത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റേഴ്സ് ഓഫ് CO2 അല്ലെ. 112 ലിറ്റർ CO2ന്റെ മാസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് മാസ് കാണണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മോളിക്കുലർ മാസ് ഇവിടെ കിട്ടുന്നുണ്ട്. ആ മോളിക്കുലർ മാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടുന്നുണ്ട്. സോ 44 × 5 ദാറ്റ് ഈസ് 220 grams എന്നുള്ളതാണ് അതിന്റെ മാസ് ഓഫ് 112 ലിറ്റേഴ്സ് ഓഫ് CO2. ദെൻ അടുത്ത ഒരു ചോദ്യം കൂടെ അതിലുണ്ട്. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് CO2 ആർ പ്രസന്റ് ഇൻ ഇറ്റ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടി ഇവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്ത C പാർട്ട് എന്താണ്? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് CO2 ആർ പ്രസന്റ് ഇൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യുക? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാന് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA, ദാറ്റ് മീൻസ് അവോഗാഡ്രോ നമ്പർ ആണെന്നുള്ളത് അറിയാം. സോ 5 × 6.022 × 10⁻23 അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് CO2 കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം 5 ആണ് എന്നുള്ളത്. ദെൻ NA ആണ്. NA എന്നുള്ളത് അവോഗാഡ്രോ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് അവിടെ വേണ്ടത്.
ദെൻ അടുത്ത നമ്മുടെ 3 മാർക്കിന്റെ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്. അപ്പൊ ഇവിടെ നമുക്ക് 3 ടെസ്റ്റ് ട്യൂബുകൾ തന്നിട്ടുണ്ട്. ഇതില് എല്ലാത്തിലും അയൺ നീഡിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അത് ഡിഫറെന്റ് സൊല്യൂഷൻസ് ഡിഫറെന്റ് ആണ്. ഒന്ന് സിങ്ക് സൾഫേറ്റ്, ഒന്ന് FeSO4, ഒന്ന് CSO4 ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഏതിലാണ് അയൺ നെയിലിന് കളർ ചേഞ്ച് വരിക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ A എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിലാണ് ആ കളർ ചേഞ്ച് വരുന്നത്. ദെൻ റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷന്റെ നെയിമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്നാണ് എഴുതിയ. അത് റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. അപ്പൊ എന്താണ്, അയൺ നെയിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സൊല്യൂഷൻ ഏതാണ്, സിങ്ക് സൾഫേറ്റ് ആണ്. സോ അവിടെ എന്ത് സംഭവിക്കും, FeSO4ഉം Zn ആയിട്ട് അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെയാണ് ഈ ടെസ്റ്റ് ട്യൂബിലാണ് അയൺ നീഡിലിന് കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി അങ്ങോട്ട് 4th മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പാർട്ട് 4 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത് അതുവരെ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ.